മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് നടത്തിപ്പിന് പിന്നിൽ കൂടുതൽ ആളുകളുണ്ടെന്ന സംശയത്തിൽ പോലീസ് നടത്തിപ്പുകാരെ വിശദമായി ചോദ്യം ചെയ്യും. വീട് വാടകയ്ക്ക് എടുത്തവ ഉടമകൾക്ക് നൽകിയ വിവരങ്ങൾ പലതും വ്യാജമെന്നും പോലീസ് വ്യക്തമാക്കി. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു വിവരങ്ങളുമായി. ഗോകുൽ, ഈ വീട്ടുടമയ്ക്ക് എന്താണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടന്നത് എന്നൊന്നും വ്യക്തമായി അറിയില്ല. മാത്രമല്ല, അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചാണ് വീട് വാടകയ്ക്ക് എടുത്തത്. കഴിഞ്ഞ ദിവസം ഏതോ ഒരു VIP ആണ് വാടകയ്ക്ക് എടുത്തത് എന്നൊക്കെ അദ്ദേഹം മാധ്യമങ്ങളോട് അറിയിച്ചിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പോൾ വ്യാജമായിട്ടുള്ള വിവരങ്ങളാണ് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. പോലീസിൻ്റെ അന്വേഷണത്തിൽ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെത്തിയത്? അന്വേഷണത്തിൽ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഈ പെൺവാണിഭ സംഘത്തിൽ കൂടുതൽ ഉന്നതരായിട്ടുള്ള ആളുകൾ ഉണ്ട് എന്നൊരു സംശയം മുന്നോട്ടേക്ക് അവർ വെക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കത്തിലാണ് പോലീസ് ഉള്ളത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷമായിരുന്നു മലാപ്പറമ്പ് ഈയപ്പാട് റോഡിലെ ഫ്ളാറ്റിൽ പോലീസ് പരിശോധന നടത്തിയത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഈ പരിശോധനയിലാണ് നടത്തിപ്പുകാരും ആവശ്യക്കാരുമായി എത്തിയ 9ഓളം ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ഇന്നലെ വൈകിട്ട് തന്നെ കോടതിയിൽ ഹാജരാക്കി. കോടതി ഇവരെ ജാമ്യത്തിൽ വിടുകയായിരുന്നു. ഒരാളെ മാത്രമാണ് റിമാൻഡ് ചെയ്ത്. ജാമ്യക്കാരനില്ലാത്തതിനാൽ ഒരാൾ റിമാൻഡിൽ പോവുകയായിരുന്നു. പക്ഷേ ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ചോദ്യം ചെയ്ത ശേഷം മാത്രമേ ഇതിന്റെ നിജസ്ഥിതി സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. കാരണം ഇത്ര വലിയൊരു സെക്സ് റാക്കറ്റ് സംഘത്തെ അടുത്തിടെ പിടികൂടുന്നത് ഇതാദ്യമായാണ്. 9ഓളം ആളുകൾ ഇതിൽപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് തന്നെ വിവിധ ജില്ലകളിലുള്ള ആളുകളാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത്. വയനാട്, ഇടുക്കി തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇത് നടത്തുന്നത്. കോഴിക്കോട്, മലപ്പുറം തുടങ്ങിയ ജില്ലകളിൽ നിന്നുള്ള ആളുകളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിനാൽ തന്നെ ഇത് വലിയൊരു ശൃംഖലയാണ് എന്ന് പോലീസ് സംശയിക്കുന്നു. അതിനാൽ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. മാത്രമല്ല, ഈ വീട്ടുടമയ്ക്ക് ഈ വീട് വാടകയ്ക്കെടുത്ത ആളുകൾ നൽകിയിട്ടുള്ള അഡ്രസ്സുകളും അല്ലെങ്കിൽ വിവരങ്ങളും ഒന്നും ശരിയായ കാര്യമല്ല. ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ട ആവശ്യത്തിനാണ് ഈ ഫ്ളാറ്റ് വാടകയ്ക്കെടുക്കുന്നത് എന്നായിരുന്നു ഈ വീട്ടുടമയെ അറിയിച്ചിരുന്നത്. ഈ വീട്ടു വാടക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓൺലൈനായി ലഭിക്കുന്നതിനാൽ ഇവരെ നേരിട്ട് ബന്ധപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു എന്നും ഈ വീട്ടുടമ പറയുന്നു. അതിനാൽ തന്നെ പല സംശയങ്ങളും ഇതിൽ ബാക്കിയുണ്ട്. ഈ 8 പേരെ ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്. ഒരാൾ റിമാൻഡിൽ കഴിയുകയാണ്. ഇവരിൽ കേന്ദ്രീകരിച്ച് അന്വേഷണം ശക്തമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. എന്തായാലും വരുന്ന ദിവസങ്ങളിലൊക്കെ ഇവരെ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് നടത്തിപ്പിന് പിന്നിൽ കൂടുതൽ ആളുകളുണ്ടെന്ന സംശയത്തിൽ പോലീസ് നടത്തിപ്പുകാരെ വിശദമായി ചോദ്യം ചെയ്യും. വീട് വാടകയ്ക്ക് എടുത്തവർ ഉടമകൾക്ക് നൽകിയ വിവരങ്ങൾ പലതും വ്യാജമെന്നും പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നു. ഗോകുൽ കെ വേണുഗോപാലാണ് കോഴിക്കോടിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.